May God's name be glorified. ദൈവനാമത്തിന് മഹത്വം. I thank the Lord for giving this wonderful opportunity to stand in front of you with this living word. ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായിട്ട് മുമ്പാകെ നിൽക്കുവാൻ കഴിഞ്ഞ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. For a small thought, let's turn our attention to the book of Amos, chapter 2. ചെറിയ ചിന്തയ്ക്കായിട്ട് ആമോസിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമോസ് 2-ാം അധ്യായം. Amos chapter 2, verses 4 and 5. ആമോസ് 2-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. യഹൂദയുടെ 3-ഓ 4-ഓ അതിക്രമനിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. Let's see some of the things what we have to do for treasuring God's word. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവവചനത്തെ പ്രകാരം ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. We know this was spoken by Amos. നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെയും ആമോസ് ആണ് പറഞ്ഞത്. The first chapter and also chapter 2 verse 3, he is telling about the foreign nations. 1-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 2-ാം അധ്യായം 3-ാം വാക്യത്തിലും തന്റെ അയൽ രാജ്യങ്ങളെ കുറിച്ചാണ് താൻ പറഞ്ഞുകൊണ്ടിരുന്നത്. The judgment on other nations. മറ്റ് രാജ്യങ്ങളുടെ വരുന്ന ന്യായവിധിയെ കുറിച്ച് താൻ പറഞ്ഞു. And when we come to verse 4 onwards, he is speaking about the judgment on the God's own children. എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ മുകളിൽ വരുന്ന ആ ന്യായവിധിയെ കുറിച്ച് താൻ പറയുന്നു. Verse 4 and 5 is telling about the Judah. 4ഉം 5ഉം വാക്യങ്ങളിൽ യഹൂദയെ കുറിച്ചാണ് പറയുന്നത്. The first thing I want to say that accept God's word as the final authority. ആദ്യത്തെ കാര്യം നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ വചനവുമാണ് അവസാനത്തെ വാക്കും അധികാരവും. That we can see in verse 4. അത് 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Because they have despised the law of the Lord. അവര് ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ടുകളഞ്ഞത് കൊണ്ട്. They have rejected the God's word. ദൈവത്തിന്റെ വചനത്തെ അവര് വിട്ടുകളഞ്ഞു. Judah, they didn't misunderstood God's word, rather they refused the God's word. യഹൂദാജനം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാതെ ഇരുന്നതല്ല, മറിച്ച് അവര് ദൈവവചനം പൂർണ്ണമായിട്ട് ത്യജിച്ചു, വിട്ടുകളഞ്ഞു. In their hands they had the Torah or the first 5 books. അവരുടെ കൈവശം അവർക്ക് ആദ്യത്തെ 5 പുസ്തകങ്ങൾ തോര അവരുടെ കൈവശം ഉണ്ടായിരുന്നു. But still they refused that law. എന്നാൽ ആ ന്യായപ്രമാണത്തെ അവര് വിട്ടുകളഞ്ഞു. Even when we compare to our life, നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ തുലനം ചെയ്താൽ in this present time we all have the Bible. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ദൈവവചനം ബൈബിൾ ഉണ്ട്. How we are using our Bible? നമ്മുടെ ബൈബിൾ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? Are we only opening on the Sunday service or the other meetings? ഏതെങ്കിലും മീറ്റിംഗിലോ ഞായറാഴ്ച രാവിലെ ആണോ നാം ഈ ദൈവവചനം തുറക്കുന്നത്? Or are we using in our personal studies? അതോ നമ്മുടെ വ്യക്തിപരമായ പഠനത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാറുണ്ടോ? Let's think about this and let's coming days let's read the Bible and also let's accept the God's word. ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ച് വരും ദിവസങ്ങളിൽ ദൈവവചനം വായിക്കാനും ദൈവവചനം അംഗീകരിക്കുവാനും നമുക്ക് കഴിയട്ടെ. And secondly, രണ്ടാമതായിട്ട് obey the God's word. ദൈവവചനം അനുസരിക്കുക. The next part says like this, have not kept his commandments. മറ്റൊരു ഭാഗം 4-ാം വാക്യത്തിൽ നാം കാണുന്നത് അവര് ദൈവത്തിന്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ആജ്ഞകളെ അവര് അനുസരിച്ചില്ല. That people they failed to obey God's word. ആ ജനം ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ വിട്ടുപോയി. Their disobedience is a crucial attitude towards God. ദൈവത്തോട് അവര് അനുസരണക്കേട് കാണിച്ചു, അത് ദൈവസന്നിധിയിൽ വലിയ തെറ്റാണ്. And the next verse shows that how dangerous it is. അടുത്ത വാക്യം അതിന്റെ അപകടം പരിണിതഫലം കാണുന്നു. Maybe God is telling to us when we read Bible, you have to apologize with other people if you are doing any sin with them. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം നമ്മോട്
ദൈവാത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരോട് ആ രീതിയിൽ ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ചോദിച്ച് മടങ്ങി വരുവാൻ വേണ്ടി. But if you are not doing, it is rejecting God's word. നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവവചനത്തെ നാം അനുസരിക്കാതിരിക്കുകയാണ്. And if you are teaching to other people and we are not applying in our life, that is also disobeying God's word. അതേപോലെ തന്നെ നാം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതിരുന്നാലും അതും അനുസരണക്കേടാണ്. Can we ask ourselves, what is the one thing that is God telling to us again and again and we are not doing that? നമ്മോട് തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാമോ, കർത്താവ് ആവർത്തിച്ച് നമ്മോട് സംസാരിക്കുന്ന ആ ഒരു കാര്യം എന്ത് എന്നുള്ളത്? Maybe we are delaying it for weeks and for many years. പലപ്പോഴും ചില ആഴ്ചകൾ തന്നെ അല്ലെങ്കിൽ വർഷങ്ങളോളം അത് നാം ഇങ്ങനെ താമസിച്ച് അതിനെ ശ്രദ്ധിക്കാതെ പൊക്കോണ്ടിരിക്കുകയാണ്. Let's think about that and let's change ourselves. ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിൽ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാം. And finally, അവസാനമായിട്ട് rejecting the things that is contradicting to God's word. ദൈവവചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകുക. The last part says like this. അവസാനത്തെ ഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു. And their lies caused to them err after the which their fathers have walked. അവസാനത്തെ ഭാഗത്തിൽ നാം കാണുന്നു അവരുടെ ജീവിതങ്ങൾ തെറ്റിപ്പോയി. അവർ ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാക്കന്മാർ നടന്ന രീതിയിലല്ല അവർ നടന്നത്. There we can see that Judah, they were following their ancestors' way. നമുക്ക് കാണുവാൻ സാധിക്കും യഹൂദജനം അവരുടെ പിതാക്കന്മാരുടെ വഴികളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. Or we can say that they were following the idolatry which their father were followed. അവരുടെ പിതാക്കന്മാർ പിന്തുണച്ച അല്ലെങ്കിൽ നടന്ന രീതിയിൽ വിഗ്രഹാരാധനയിലായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. Rather they were submitting to God's law, they were following their father's ways. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവരുടെ പിതാക്കന്മാരുടെ വഴികളിൽ അവർ നടന്നു. Even they were not asking question, is this from God? And without that they are following those things. ഇത് ദൈവത്തിങ്കൽ നിന്നാണോ എന്ന് പോലും ചോദിക്കാതെ അവരുടെ പിതാക്കന്മാരുടെ വഴികളിൽ നടന്നു. Even many times in our life also, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും we are hearing many things from different people. പലരിൽ നിന്ന് നാം അനേക കാര്യങ്ങൾ കേൾക്കാറുണ്ട് from the word, ദൈവവചനത്തിൽ നിന്ന്. But let me say that are we thinking that is it according to the biblical? എന്നാൽ നാം അത് ദൈവവചന പ്രകാരമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? We have to check from the word of God. ദൈവവചനം നാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. Though they are the big people, we have to check with the word of God. വലിയ ആൾക്കാരായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത്, എന്നാൽ ദൈവവചനം നാം പരിശോധിക്കണം. Because people's word may go to error. കാരണം മനുഷ്യന്റെ വാക്കുകൾക്ക് തെറ്റുകൾ സംഭവിക്കാം. But the word of God may not go error. എന്നാൽ ദൈവവചനത്തിന് ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. And the verse 5 says like this. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു. But I will send a fire upon Judah and it shall devour the palaces of Jerusalem. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. There we can see God sending a judgment towards the Judah. അവിടെ യഹൂദയുടെ മുന്നിൽ ഒരു ന്യായവിധി കർത്താവ് അയക്കുകയാണ്. The people, they are thinking that they were in a safe condition. ആ ജനം വിചാരിച്ചു അവർ വളരെ സമാധാനത്തിൽ സുരക്ഷിതമായിട്ട് കഴിയുന്നുവെന്ന്. But God is telling that even more sacred place you go, there I will punish you. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എത്ര വിശുദ്ധ സ്ഥലത്തേക്ക് പോയാലും നിങ്ങളെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. Even today also we heard 3 things from this passage. ഇന്നും ഈ ഭാഗത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നാം കേട്ടു. We heard that accept God's word as the final authority. ഒന്നാമത് നാം കേട്ടു, ദൈവത്തിന്റെ വചനത്തെ വേണം അവസാന വാക്കായിട്ട് നാം മനസ്സിലാക്കാൻ. And we have to consistently obey God's word in our daily life. രണ്ടാമതായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം നാം അനുസരിക്കണം. And finally we heard that reject the things which is contradicting to God's word. മൂന്നാമതായിട്ട് ദൈവവചനത്തിന്റെ വിരോധമായിട്ടുള്ള ആ കാര്യങ്ങൾ നാമും ത്യജിക്കണം, വിട്ടുകളയണം. So we heard that, and if you are not going to obey, we also will be punished. ഈ കാര്യങ്ങളൊക്കെയും കേട്ട് അത് അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്കും ശിക്ഷാവിധി ഉണ്ടാകും. So let's keep these things in our mind. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കാം. And let's live the good Christian life. നല്ല ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാം. And through this may God's name be glorified. ഈ വചനങ്ങളാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.